മറ്റൊരു കാര്യം ആദായ നികുതി സ്ലാബിൽ അത് തന്നെ പ്രധാനപ്പെട്ട ഒരു ഇളവ് ആയി നമുക്ക് കാണാൻ കഴിയും. ആദായ നികുതി സ്ലാബിൽ വരുത്തിയിരിക്കുന്ന ഇളവ് 7 ലക്ഷം രൂപ വരെ ആദായ നികുതി ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് പേർക്ക്, പതിനായിരക്കണക്കിന് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ഇളവാണ് ഈ ഒരു ബജറ്റിൽ വരുത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെ രാജ്യത്തെ സംരംഭകർക്കും അതുപോലെ വ്യവസായികൾക്കും ഒക്കെ ഗുണം ചെയ്യും? ഫിജി, ഈ ഇൻകം ടാക്സിൽ ആദായ നികുതി പരിധിയിൽ വരുത്തിയിരിക്കുന്ന ഇളവ് എനിക്ക് തോന്നുന്നു ലക്ഷോപലക്ഷം, രാജ്യത്തെ ലക്ഷോപലക്ഷം പേർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒന്നാണെന്ന് കാണേണ്ടി വരുന്നു. കാരണം ക്ഷമിക്കണം, 7 ലക്ഷമാക്കി ഇൻകം ടാക്സിന്റെ പരിധി വർദ്ധിപ്പിക്കുമ്പോൾ അതൊരു വലിയ വർധനവാണ്. ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു വർധനവാണ് എന്ന് കാണേണ്ടി വരുന്നു. അത്ര വലിയൊരു വർധനവ് അല്ലെങ്കിൽ ആ ഒരു പരിധി വർധനവ് സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നു പോലുമില്ല. അവിടെയാണ് ഇടത്തരക്കാരെ ഏറ്റവും കൂടുതൽ താങ്ങുന്ന, ഇടത്തരക്കാരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അത്ഭുതകരമായ പ്രഖ്യാപനം ബജറ്റിൽ വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അവിടെ അതിൽ ചില വ്യക്തത വരാനുണ്ട്. ഇത് ഇതര 7 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ട എന്നാണോ, അതോ അവർക്ക് ഇത്ര ശതമാനം നികുതി അടച്ചാൽ മതി എന്നാണോ? അത്തരം ചില കാര്യങ്ങളിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട് എന്ന് തോന്നുന്നു, ആശയ വ്യക്തത കുറവുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് പ്രാഥമികമായി ഇതിൽ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ആദായ നികുതി പരിധി 7 ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് രാജ്യത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന, പ്രത്യേകിച്ചും ഇടത്തരക്കാർക്ക് ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ബജറ്റിൽ വന്നിരിക്കുന്നത്. ഫിജി.